പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. നമുക്ക് ഓരോ വിഷയങ്ങളായി എത്തി നോക്കിയിട്ട് പൊതുവെ പോകാം. അഭയം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിഷയങ്ങളിൽ ആദ്യം സേവനത്തിന്റെ തത്വശാസ്ത്രവും മനഃശാസ്ത്രവുമാണ്. ഒന്ന്, തത്വചിന്താപരമായി സേവനത്തെ എങ്ങനെയാണ് കാണുന്നത്. രണ്ട്, വ്യത്യസ്ത ചിന്താധാരകളാണ് ലോകത്തെ മുന്നോട്ട് നയിച്ചു പോകുന്നത്. അതിന് രണ്ടായി തിരിച്ചു പറയുമ്പോൾ പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നും പറയും. പൗരസ്ത്യ രാജ്യങ്ങളുടെ വികാസ പരിണാമങ്ങൾ നോക്കിയാൽ പ്രകൃതിയോട് മല്ലിട്ട് മാത്രം ജീവിക്കാവുന്ന ഒരു പ്രകൃതത്തിലാണ് സംഭവങ്ങൾ രൂപാന്തരപ്പെട്ടു. പ്രകൃതി എന്നും മാനവ ജീവിതത്തിന് ശത്രുവെന്ന് തോന്നുമാണ്. മഞ്ഞും മഴയും വെയിലും എല്ലാം മനുഷ്യന്റെ ആവശ്യത്തിന് ഉണ്ടാകാതിരിക്കുന്ന ഒരളവിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ആ മനസ്സിൽ നിന്ന് രൂപാന്തരപ്പെട്ടത് അതിനോട് മല്ലടിച്ച് രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ പാകത്തിനാണ്. അതിന് ഉപോത്ബലകമായ ഒരു വിദ്യാഭ്യാസ സംസ്കൃതിയാണ് പടിഞ്ഞാറ് രൂപപ്പെടുത്തി കൊണ്ടുവന്നത്. അതേ അവസരത്തിൽ പടിഞ്ഞാറിന്റെ അന്വേഷണ പദ്ധതികൾ ചരിത്രപരമായി നീങ്ങുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ പഠിക്കുകയോ നിങ്ങൾ നോക്കുകയോ ചെയ്താൽ കിഴക്ക് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച് അനുവദിച്ച സാഹചര്യങ്ങളെ ഉപയോഗിക്കുന്ന ഒരു മനസ്സുമായാണ് രൂപാന്തരം. അതുകൊണ്ട് തങ്ങൾ അറിയാത്തൊരു കൃതജ്ഞതാ നിർഭരത സൂര്യനോടും ചന്ദ്രനോടും നദിയോടും മലയോടുമെല്ലാം ഉണ്ടാകുവാൻ ഈ മണ്ണിന് കഴിഞ്ഞു. അതിന് രജതരേഖകൾ നിങ്ങൾ അന്വേഷിച്ചു പോകുന്നുവെങ്കിൽ ഏതാണ്ട് 100-ൽ പരം അതിപ്രശസ്തരായ സഞ്ചാരികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. 1, 2, 3 അവരുടെ ഗ്രന്ഥങ്ങൾ ഇന്നും നിങ്ങളുടെ എണ്ണമറ്റ ഗ്രന്ഥശാലകളിൽ ലൈബ്രറികളിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്. അന്ന് അവരെഴുതിയ ഒറിജിനൽ ടെക്സ്റ്റ് മുതൽ ഒട്ടുവളരെ ഗ്രന്ഥങ്ങൾ, അവയെ പിൻപറ്റി എഴുതിയ പിന്നീടുള്ള ചരിത്ര പഠനങ്ങൾ, അവരിൽ ഒരാളെങ്കിലും ഈ രാജ്യം ദാരിദ്ര്യത്തിൻ്റെതാണെന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല. അവരിൽ ഒരാളെങ്കിലും കിഴക്കിന്റെ ഈ മണ്ണ് അറിവില്ലായ്മയുടേതാണെന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല. അവരിൽ ഒരാളെങ്കിലും ഈ മണ്ണിൽ അസ്വസ്ഥതകളും വഞ്ചനകളും തലതെട്ടിയിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല. അവരിൽ ആരും ഈ മണ്ണിനെ ഭേദബുദ്ധിയുടെ മണ്ണായി രേഖപ്പെടുത്തിയിരുന്നില്ല. 7-ാം നൂറ്റാണ്ടിലാണ് ഈ സിംഗ് വരുന്നത്. ലോകത്തിലെ ഏറ്റവും ശുചിത്വമുള്ള മണ്ണായാണ് ഈ മണ്ണിനെ രേഖപ്പെടുത്തിയത്. ഇതൊക്കെ നിങ്ങൾക്ക് മറിച്ചു നോക്കാം, നിങ്ങൾക്ക് പഠിച്ചു നോക്കാം. മതങ്ങളും ജാതികളും വർഗങ്ങളും തമ്മിലുള്ള ഭേദങ്ങളൊന്നും ഈ മണ്ണിന്റെ മാറിടത്തിൽ മാറ്റൊലിക്കൊണ്ടുവരുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെയായത്? ഏതൊരു കാര്യം പഠിക്കുമ്പോഴും നമ്മുടെ പാരമ്പര്യ ചരിത്രം
തെറ്റാണെങ്കിൽ നമ്മുടെ പാരമ്പര്യ ജനിതകത്തിലൂടെ വന്നതാണ് ഈ വൈകല്യം മുഴുവൻ. അത് തിരുത്താനുള്ള എല്ലാ ശ്രമവും വൃഥാവിലാണ്. പാരമ്പര്യ ജനിതകങ്ങളിലൂടെയാണ് തെറ്റുകൾ ആവിർഭവിക്കുന്നതെങ്കിൽ, അക്രമങ്ങൾ ആവിർഭവിക്കുന്നതെങ്കിൽ ജനിതകത്തെ മാറ്റിവെച്ചൊരു പരീക്ഷണത്തിന് ക്ഷിപ്രസാധ്യമല്ല. ശാസ്ത്രത്തിന് പരിമിതികളുണ്ട്. മാത്രമല്ല, അങ്ങനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പുതിയൊരു ജനുസ്സുമാണ്. മറിച്ച് നമ്മുടെ പാരമ്പര്യത്തിന്റെ അന്തർധാരകളിൽ ഈ സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരുന്നുവോ? അതാണ് ആത്മാർത്ഥമായി ആദ്യം അന്വേഷിക്കേണ്ടത്. സമീപകാലത്ത് നമുക്ക് രൂപാന്തരപ്പെട്ടതാണോ ഇത്? പെട്ടതാണെങ്കിൽ എന്ന് എങ്ങനെ? അതിന്റെ യാദൃച്ഛികത, അത് രൂപപ്പെടുത്തിയെടുത്ത ബൗദ്ധിക വ്യാപാരം, അങ്ങനെ രൂപപ്പെടുത്തുവാൻ ആരെങ്കിലും ശ്രമിച്ചുവെങ്കിൽ അവരുടെ പ്രയോജനം, അതിലെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ, ഇവയെല്ലാം ആദ്യം നമ്മൾ പഠിക്കേണ്ടതാണ്. കുട്ടികൾ മൂല്യത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് എന്തിന് എന്നൊരു ചോദ്യം തീർച്ചയായും ഉണ്ടാവും. അവിടെ അതിന് ചരിത്ര വീക്ഷണം വളരെ അത്യന്താപേക്ഷിതമാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസ സംസ്കൃതിയുടെ അന്തർധാരയിൽ നിന്ന് യാദൃച്ഛികമായി രൂപാന്തരപ്പെട്ടതോ ദേശദേശാന്തര അധികാരങ്ങൾ ഏറ്റെടുത്ത ഒരു സാമ്രാജ്യാധിപത്യത്തിന്റെ തിരിച്ചുപോക്കിൽ മാനസിക വ്യാപാരങ്ങളെ അടിമത്വത്തിലൂടെ രൂപാന്തരപ്പെടുത്തി ആ അധീശത്വം വൈകാരികമായി നിലനിർത്തുവാനുള്ള ആസൂത്രിത ശ്രമമോ, രണ്ടും ചേർന്നതോ ഇതിന് പിന്നിൽ പങ്കുവഹിച്ചിട്ടുണ്ടാകുമോ എന്നും ചിന്തിക്കുന്നത് ഉചിതമാണ്. ഞാൻ പറയുന്ന ഈ നിയമങ്ങളൊന്നും അതേപടി വിടുകയും വരുന്നത് നിങ്ങൾ വിദ്യാർത്ഥികളാണ്. ചിന്തിച്ച് ഈ സാധ്യതകൾ ഉണ്ടോ, നിങ്ങളുടെ ബുദ്ധിയെയും നിങ്ങളുടെ മനസ്സിനെയും ഉത്തേജിപ്പിക്കുവാൻ ഈ സാധ്യതകൾ അവയ്ക്കൊക്കെ ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ട് അതിനനുഗുണമായി ചോദിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുകയും ചെയ്യും. 400 പരം സംവത്സരങ്ങൾ ഈ രാജ്യത്തെ വൈദേശികരാണ് ഉദ്ദേശിച്ചത്. അവരുടെ ആധിപത്യത്തിൽ ആകൃഷ്ടരായിരുന്നു 400 സംവത്സരത്തിലെ ഇന്ത്യൻ ജനത എന്ന് പറയുന്നതാണ് അവരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ ഉചിതം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ വൈദേശിക ആധിപത്യ കാലം മുതൽ ഇന്നുവരെ നമ്മുടെ മനസ്സുകൾ ഇഷ്ടപ്പെട്ടില്ല എന്നും നമ്മെ അത് ആകർഷിച്ചില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ചില മീറ്റിങ്ങുകളിൽ ഭംഗിക്ക് വേണ്ടി പറയുന്നതോ ഗവൺമെന്റ് ഇടയ്ക്കിടയ്ക്ക് ആ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും വളർച്ചയ്ക്ക് വേണ്ടി മറ്റെന്തോ ലക്ഷ്യം ഉന്നയിച്ചുകൊണ്ട് ആ രംഗത്തല്ലാത്ത ആളുകൾക്കായി പണം വീതിച്ചു കൊടുത്ത് അതിനായി ചെലവാക്കിയെന്ന് കണക്ക് കാണിക്കുന്നതോ മാറ്റിവെച്ചാൽ വസ്തുതാപരമായി നമുക്കാർക്കും ഇഷ്ടമല്ലാത്തതാണ് ഭാരതീയമായത് എന്നുള്ളതൊരു വസ്തുതയാണ്. ഭാരതം കണ്ട ചരിത്രകാരന്മാരോ ഭാരതം കണ്ട വിദേശ സഞ്ചാരികളോ പറഞ്ഞിട്ടില്ലാത്ത ഒട്ടേറെ വസ്തുതകൾ ഭാരതത്തെ അന്ന് കണ്ടിട്ടില്ലാത്ത ആധുനിക പണ്ഡിതന്മാർ ഇന്ന് പല രീതിയിൽ തങ്ങളുടെ മതത്തിന്, തങ്ങളുടെ ജാതിക്ക്, തങ്ങളുടെ വർണ്ണത്തിന്, തങ്ങൾ നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങൾക്ക് അനുഗുണമായി ഇന്ത്യൻ ജനതയെ പഠിപ്പിച്ച് വൈകാരികമായി
ഭേദബുദ്ധിയോടുകൂടി പരസ്പരം ഭിന്നിച്ചു നിൽക്കുവാൻ ഇടയാക്കി തരുന്നുണ്ട് എന്നതും വസ്തുതമാണ്. ആധികാരികതകളെ നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇബ്സിങ്ങിനെയും ഒക്കെ ഒന്ന് സ്മരിച്ചത്. പക്ഷെ അന്ന് എങ്ങനെയാണ് ഇന്ത്യയിൽ സാമൂഹ്യ സേവന രംഗം നടന്നു? ഏറ്റവും പ്രാചീനമായ ഒരു ശ്രൗത ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു വചനമുണ്ട്. കഥ അവതരിപ്പിക്കുന്നത് ഭൂമിയിലല്ല, ഭൂമിയിൽ നിന്നൊരു കൊച്ചു പയ്യൻ യമധർമ്മന്റെ രാജധാനിയിലേക്ക് ചെല്ലുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. വെറും കഥയായിട്ട് എഴുതാം. ഒരു പയ്യൻ യമന്റെ രാജധാനിയിലേക്ക് എത്തുക. കഥയ്ക്ക് വളരെ വിസ്തൃതിയുണ്ട്, അത് പറഞ്ഞ് നേരം കളയുന്നില്ല. അതുകൊണ്ട് പയ്യൻ അവിടെ ചെന്നു. 3 ദിവസത്തേക്ക് യമൻ അവിടെ ഇല്ല, യാത്രയ്ക്ക് പോയിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ഈ പയ്യൻ അവിടെ നിൽക്കുന്നതാണ്. ആ തിഥിയാണ് ഈ വന്നിരിക്കുന്നത്. മുന്നറിയിപ്പ് കൂടാതെ, വിളിക്കാതെ, തിഥി അറിയിക്കാതെ വരുന്നവനെയാണ് ആ തിഥി എന്ന് പറയുന്നത്. ഞങ്ങളെയൊക്കെ വിളിച്ചിട്ട് വന്നതാണ് ഈ അദ്ദേഹത്തെ. പക്ഷെ ഞങ്ങളെയാണ് നിങ്ങൾ ഇന്ന് അതിഥി എന്ന് നാമകരണം ചെയ്യുന്നത്. അതിൽ ഞങ്ങൾ ചീഫ് ഗസ്റ്റ് ഉണ്ടാവും, അങ്ങനെ പല ഗസ്റ്റ് ഉണ്ടാവും. മറിച്ച് പ്രാചീന നിയമത്തിൽ ഇതിനകത്ത് ആരൊക്കെ വിളിക്കാതെ വന്നു അവരാണ്. അവരെ പ്രാചീനത പറയുന്ന പദം ഈശ്വരനാണ്. ഒരു ചടങ്ങിൽ ക്ഷണിക്കാതെ വരാനുള്ള മനസ്സൊരാൾക്ക് വിശാലമായി ഉണ്ടാകുന്നുവെങ്കിൽ അത് ഈശ്വരീയമാണ്. അഹങ്കാരം ഉണ്ടെങ്കിൽ വരാൻ പറ്റില്ല. അസൂയയുണ്ടെങ്കിൽ ഒന്ന് പങ്കെടുക്കാൻ പറ്റില്ല. വൈയക്തികമായ ഏതെങ്കിലും ഒരു എതിർപ്പുണ്ടെങ്കിൽ അതിൽ വരാൻ പറ്റില്ല. അമിതമായ സ്നേഹമുണ്ടെങ്കിൽ ഒട്ടും വരാൻ പറ്റില്ല. അത് ഞാൻ അവസാനം ഉപയോഗിച്ച സംശയം ഉണ്ടാകാറുണ്ട്. അങ്ങനല്ലേ? അമിതമായ സ്നേഹമുണ്ടാകുമ്പോൾ എന്നെ കൂടുതൽ ശ്രദ്ധാപൂർവം ക്ഷണിക്കണമെന്ന ആഗ്രഹമുണ്ടാകും. ഞാനാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നയാൾ, ഞാനാണ് ഏറ്റവും അടുത്ത സ്നേഹിതൻ. എന്നെ അവൻ വിളിച്ചില്ല, അവിടെ മുതലായിരിക്കും ശത്രുവാകുന്നു. സംശയം തീർന്നതായിരിക്കും. താൻ സംശയത്തോടെയാണ് ബാക്കിയൊക്കെ തനിക്ക് സമ്മതമാണ്. അമിതമായൊരു സ്നേഹമുണ്ടെങ്കിൽ വരാൻ പറ്റില്ല. സകലരെയും സമമായി കാണുവാനും അതിനെ വളർച്ചയിൽ നിന്ന് നോക്കുവാനും കഴിയുന്ന ഒരു ജ്ഞാനത്തിലേക്ക് ഉയർന്നവന് മാത്രമേ അങ്ങനെ എത്തുള്ളൂ. ഇതാണ് പ്രാചീനർ കണ്ടെത്തിയത്. അതിഥി വന്നിട്ട് സ്വീകരിക്കാൻ പറ്റാതിരുന്നു എന്നുള്ളതിന് വരാൻ പോകുന്ന ദോഷങ്ങളെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് നമുക്കുള്ള ആവശ്യം. തിഥി അറിയിക്കാതെ വന്ന ഒരുവന് അർഘ്യം നൽകിയില്ല, വാദ്യം നൽകിയില്ല, ആചമനം നൽകിയില്ല. കാരണം ദാഹം ഉണ്ടാവും. ഒരു ഉഴുന്നുമണി മുങ്ങിക്കിടക്കാനുള്ള വെള്ളം കയ്യിലൊഴിച്ച് ചുണ്ടൊന്നും നനച്ചാൽ 10 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനേക്കാൾ ദാഹം പോകും. കാരണം ഉമിനീർ ഗ്രന്ഥികളോട് ബന്ധപ്പെട്ടാണ് ദാഹം പോകുന്നത്. ഒരുപാട് വെള്ളം കുടിക്കണ്ട, അല്പം മതി. അതും ഒരു ഉഴുന്നുമണി മുങ്ങിക്കിടക്കാനുള്ള വെള്ളം മതി. അതിൽ കൂടുതലായി പോയാൽ ദാഹം പോകില്ല. ഇതാണ് പ്രാചീനർ കണ്ടിട്ടുള്ള വഴി. ശരിയാണോ നമുക്ക് പരീക്ഷിച്ച് നോക്കിയിട്ട് വീണ്ടും കാണുമ്പോൾ പറയണം, പറഞ്ഞത് തെറ്റാണ് എങ്കിൽ സംശയമൊന്നും വേണ്ട.
അത് ആചമിക്കാനുള്ള ആചമനീയ ജലം വരുമ്പോഴേ കാലിൽ അല്പം വെള്ളം ഒഴിക്കുക. കാലിൽ അല്പം വെള്ളം ഒഴിച്ചാൽ തലയൊന്നും തണുക്കും, തലയിലൊഴിച്ചാൽ വേറെ. നിങ്ങൾക്ക് ഷവറിൽ കുളിക്കുന്ന കുട്ടികളായിരിക്കും അല്ലേ? ആദ്യം തലവെള്ളം ഒഴിക്കും. ഒട്ടു വളരെ രോഗങ്ങൾ ഉണ്ടാകുന്ന ആളുകളാണ്. സകല ജീവികളും കുളത്തിലേക്കോ അരുവിയിലേക്കോ ഇറങ്ങുമ്പോൾ കാല് മുതൽ നനഞ്ഞു കയറുകയാണ്. അതുകൊണ്ട് അവയ്ക്കൊന്നും ആശുപത്രി പോകേണ്ട ആവശ്യമില്ല. ഷവർ ഫിറ്റ് ചെയ്ത് കുളിക്കുന്നവനൊക്കെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരം ഉണ്ടാവില്ല. രസിക്കുമോ ഞാൻ ഇങ്ങനെയൊക്കെ തമാശയോടെയാണ്? അത്തരം തമാശ നമുക്ക് ഇഷ്ടപ്പെടും. കുട്ടികളാണ്, ബയോളജിയും ഒക്കെ പഠിക്കുന്നുണ്ട്, അനാട്ടമിയും ഫിസിയോളജിയും പഠിക്കുന്നുണ്ട്. ശരീരം സമഗ്രമായ ഒന്നാണ്. ജീവജാലങ്ങളുടെ കാലുകളാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം നനയുന്നത്. ഒട്ടുവളരെ നീരുകൾ, ഒട്ടുവളരെ തലയുടെ രോഗങ്ങൾ, ഒട്ടേറെ തലവേദന, ഒട്ടേറെ മൈഗ്രെയിൻ, ഇവരൊക്കെ ഈ പണി നിർത്തിയാൽ, നേരിട്ട് തലയിലേക്ക് ആദ്യം ഒഴിക്കുന്ന പണി നിർത്തിയാൽ, എല്ലാം പരിശ്രമം മാറ്റിയിട്ട് നേരെ കയറി ഷവറിന്റെ കീഴിൽ നിന്നു, ആദ്യം തലയിലേക്ക് ഒഴിച്ചു, പിന്നെ പരിപാടിയും കഴിഞ്ഞിറങ്ങി. സംഗതി എളുപ്പമാണ്. കൈ വേണ്ട, കാല് വേണ്ട, ഒന്നും വേണ്ട, എല്ലാ പണിയും യന്ത്രം ചെയ്തോളൂ. പിന്നീടുള്ള പണിയും യന്ത്രം ചെയ്യും. മനസ്സിലായില്ല? കുത്തിവെക്കുക, ചില അവയവങ്ങളെടുത്ത് ദൂരെ കളയുക, ഇതുമൊക്കെ. അതുകൊണ്ട് പ്രാചീനന് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ജീവിതചര്യക്കനുസരിച്ച്. ആദ്യം അതിഥി വരുമ്പോ അയാൾ നടന്നതിന്റെ ക്ഷീണം, അതുകൊണ്ട് പാദ്യം നൽകി, അർഘ്യം നൽകി, ആചമനീയം നൽകി ഒക്കെ സ്വീകരിച്ചു. കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് അറിയുമായിരിക്കില്ല. എന്നെ കേൾക്കുന്ന ഒരു 50 കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കൈമുക്കിയാൽ എനിക്ക് ഉപകാരം. 1, 2, അവർ 10 രൂപയുണ്ട്. നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തെ വീടുകളിൽ മെഴുകിയ തലയൊക്കെ ആണെങ്കിലും ആളുകൾ വരുമ്പോൾ ഒരു പായെടുത്തിട്ട് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടാവും. മുറ്റത്ത് ഇളം തിണ്ണയിൽ ഒരു കിണ്ടിയിൽ വെള്ളം വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും. ശരിയില്ല. പുറത്തേക്ക് പോയ ആളുകൾ, വീട്ടിൽ നിന്നുള്ളവർ പോയാലും മറ്റുള്ളവർ വന്നാലും ആ കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് കാലിൽ ഒഴിച്ചിട്ട് കയറുന്ന കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ല. അന്ന് കേരളത്തിലാകെ 2 മെന്റൽ ഹോസ്പിറ്റലുകൾ, ഊളംപാറയും കുലവും. അത് ഫുള്ളല്ല. അങ്ങനെ പറഞ്ഞാൽ അത് രണ്ടും ഫുള്ളല്ല. അലഞ്ഞു തിരിയുന്ന ഭ്രാന്തന്മാരെ അന്ന് കണ്ടിരുന്നില്ല. അതിലുപരി കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് അല്ല. ഓട്ടിസം ഇന്നത്തെ പോലില്ല. മെല്ലെ ആലോചിച്ച് നോക്കുക നമ്മുടെ പുരോഗതി. ഇന്ന് ഏത് ആശുപത്രി എടുത്താലും അതിലൊരു മെയിൻ വിഭാഗം സൈക്കാട്രിയാണ്. എറണാകുളത്ത് തന്നെ മിക്കവാറും എല്ലാ ആശുപത്രിയിലും ആ വിഭാഗമുണ്ട്. എല്ലാം ഫുള്ളാണ്. ശരിയായിരിക്കും, എല്ലാം ഫുള്ളാണ്. എറണാകുളത്ത് തന്നെ 2-ലധികം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പൂർണ്ണമായും സൈക്കാട്രി കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റൽ. അതുകൂടാതെയാണ് എല്ലായിടത്തും ഉള്ളത്. സൈക്കാട്രി മാത്രമുള്ള ഹോസ്പിറ്റൽ 2-ലധികം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ അത്രയും പരിചയപ്പെട്ടു, 2 പരിചയപ്പെട്ടു. വാഴ നോക്കുമ്പോൾ ഈ പരിണാമം ദൃഷ്ടവും അദൃഷ്ടവുമായ ജീവിതത്തെ ചൂണ്ടിക്കൊണ്ടതാണ്. ജീവിതത്തിന് 2 തലങ്ങളാണ്, ദൃഷ്ടവും അദൃഷ്ടവും.
നമ്മുടെ രക്തം നമുക്ക് കാണാം. അതിനകത്ത് വരുന്ന ശ്വേതാണുവിനെയും ശോണാണുവിനെയും നമുക്ക് കാണാനാവില്ല. ഹൈപ്പോതലാമസ് നമുക്ക് കാണാനാവില്ല. അതിന്റെ തരംഗങ്ങളായ ബീറ്റയും ആൽഫയും ഒന്നും കാണാനാവില്ല. ശക്തി രൂപങ്ങളായ ഭാവദ്രവ്യങ്ങളായ ഒട്ടേറെ സാധനങ്ങൾ നമുക്ക്. ശരകനും സുശ്രുതനും പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ വയ്യാത്തത് ഞങ്ങൾക്ക് നോക്കിയാൽ കാണാമെന്നാണ്. ഏത് ഉപകരണം കൊണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപാദ വൃത്ത താമ്രാശ്ച എന്നു തുടങ്ങി കിഞ്ചിത് അദർശന എന്ന് പറയും. നല്ല പ്രാചീന പുസ്തകമാണ്. കാലുകളില്ലാത്ത അപാദകളായ വൃത്താകാരത്തിലുള്ളവയായ ചെമ്പിന്റെ നിറത്തിലുള്ളവയായ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഈ രക്താണുക്കളെ ഞങ്ങൾ കാണും. ജീവിതത്തിൽ കാണാൻ വയ്യാത്ത ഒട്ടേറെ അവയവങ്ങൾ നമുക്കുണ്ട്. കാണാൻ വയ്യാത്ത ഒട്ടേറെ കർമ്മഭൂമിക നമുക്കുണ്ട്. അവിടെയൊക്കെ വരുന്ന പരിണാമങ്ങളെ എങ്ങനെയാണ് സാന്ത്വനിക്കുന്നത്? കണ്ടു തുടങ്ങുന്നത് മുതൽ മാത്രമാണോ ജീവിതം? കാണാത്തതും കൂടെ ചേർന്നാണോ ജീവിതം? ഒരു പുരുഷനിൽ നിന്ന് 60 മുതൽ 110, 120 ഒക്കെ അടങ്ങുന്ന ദശലക്ഷം ബീജാണുക്കളാണ് ഒരു സമയത്ത് വിസർജിക്കുന്നത്. 2 മില്ലി മുതലായവയും അതിന് ശേഷിയുള്ളവനാണ്. അതിൽ നിന്ന് ഒന്നിനെ സാഹിത്യകാരൻ, കലാകാരൻ, എഞ്ചിനീയർ, ഡോക്ടർ ഒക്കെ ആകാൻ യോഗ്യമായ സംവേദനക്ഷമതയുള്ള ഒന്നിനെ തെരഞ്ഞെടുക്കുന്നത് സ്ത്രീയാണ്. ഒരണ്ടമാണ് ചെന്നതുമായി സംയോജിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിന് യോഗ്യമായ ആരോഗ്യം, അറിവ്, ഭാവി, സുരക്ഷിതത്വം ഇവയെല്ലാം ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിന് യോഗ്യയായ ഒരു പെൺകുട്ടിയെ വളർത്തുന്നതാണോ സാമൂഹിക ആരോഗ്യ സങ്കല്പം? അതിനെ യാദൃച്ഛികതയിൽ വിട്ട് സകല രോഗങ്ങളുടെയും വിളഭൂവാക്കി വളർത്തുന്നതാണോ ആരോഗ്യ സങ്കല്പം എന്ന് നമ്മൾ ഇനിയും ചിന്തിച്ചിട്ടില്ല. പ്രാചീനർ അങ്ങനെ ചിന്തിച്ചിരുന്നത് കൊണ്ടാണോ ഇന്ത്യൻ സ്ത്രീത്വം ആനന്ദപൂർണം ജീവിക്കുകയും സുസമ്പന്നമായ ഒരു സാമൂഹ്യ സൃഷ്ടിയെ ചെയ്യുകയും ചെയ്തിരുന്നത്? സേവനത്തിന്റെ സാമൂഹികതയുടെ രംഗത്ത് അവർക്ക് കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതും ആലോചിക്കുന്നതാണ്. പഠിപ്പിച്ചൊക്കെ വിട്ടു, പണമൊക്കെ ഉണ്ടായി, ഉന്നത ഉദ്യോഗസ്ഥരായി. നിങ്ങളിൽ എത്ര പേർ ജോലി കിട്ടി വിവാഹവും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനമ്മമാരും? ഇപ്പൊ എല്ലാവരും കൈവക്കിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമ്മളൊന്ന് കാണുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കുട്ടികളാണ്, നിങ്ങളുടെ ആഗ്രഹമാണ്. ആഗ്രഹത്തിന് മുമ്പിൽ നമസ്കാരം. പക്ഷെ പ്രായോഗികമായി ഇത് ചെയ്യാൻ വരുമ്പോഴേക്ക് ഇന്നുള്ള നിങ്ങളിൽ വളർന്നു വരുന്ന അസൂയയും നിങ്ങളുടേതായ സ്വാർത്ഥമോഹങ്ങളും പലപ്പോഴും ഇതിന് തടയും. കാരണം നിങ്ങൾ തന്നെ വളർന്നു വരുമ്പോൾ നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ അച്ഛൻ, അമ്മ നിങ്ങൾക്കൊരു വിവാഹം നിശ്ചയിക്കാൻ തന്നെ അനുവദിക്കും? അതാണ് അടുത്ത പ്രശ്നം വരിക. ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ കൈപൊക്കിയവരുടെ ഒക്കെ വിവാഹം ഏതാണ്ട് ഭൂരിപക്ഷവും അച്ഛനമ്മമാർ നിശ്ചയിച്ചതാണ്. അച്ഛൻ പറഞ്ഞു, ഇതാണ് നിന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി, ഇതാണ് നിന്റെ ഭർത്താവാകാൻ പോകുന്ന ആൺകുട്ടി.
എന്തിനാണ് ഭർത്താവാകുന്നത്, എന്തിനാണ് ഭാര്യയാകുന്നതെന്ന് 18 കഴിഞ്ഞ അവർക്ക് പോലും അന്ന് കാര്യമായ തീരുമാനങ്ങളോ അറിവോ ഉണ്ടായിരുന്നില്ല. സമ്മതിച്ചു, വിവാഹം കഴിച്ചു, വീട്ടിൽ വന്നു. ആയിരിക്കുന്നവരിൽ ഒരു നല്ല ശതമാനവും ഡൈവോഴ്സ് നോട്ടീസിന് പോകാത്തവരാണ്. ഇടയ്ക്കിടയ്ക്ക് അടിവെച്ച് ഇറങ്ങിപ്പോകാത്തവരാണ്. നാട്ടുകാർ വിളിച്ചു കൂട്ടാത്തവരാണ്. മറിച്ച് ഇന്ന് ഏറ്റവും കുറവ് ഡൈവോഴ്സ് ഉള്ള 2 ജില്ലകൾ വയനാടും കാസർഗോഡും. കോടതിയിൽ ആ 2 ജില്ലകളിൽ നിന്ന് എത്തിയിരിക്കുന്ന കേസ് 2000-ലധികം. ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ലകൾ. സ്ഥിതിവിവരക്കണക്കൊക്കെ നമുക്ക് പരിശോധിക്കാം. ഒരു കേസ് ഡൈവോഴ്സിന്റെ പേരിൽ വന്നാൽ കേരളത്തിലെ ഒരു വക്കീലും ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടുന്നു. കാരണം തന്റെ തറവാട്ട് മാഹാത്മ്യത്തിന്, തന്റെ സർഗസീമയ്ക്ക്, തന്റെ പ്രൊഫഷന് അതൊരു കളങ്കമാണെന്നാണ് കേരളത്തിലെ വക്കീലന്മാർ വിശ്വസിച്ചത്. ഇന്ന് ആ രംഗത്ത് മത്സരമാണ്. കാരണം ഒരു കേസിന് 5 വാതിലുകളാണല്ലോ പണം വരാൻ. മെയിന്റനൻസ് ഉൾപ്പെടെ പല ശാഖകളാണ്. അഡ്വക്കേറ്റ് ഇരിപ്പുണ്ടാവും ഇതിന്റെ ഇടയിലെന്ന് ഞാൻ ചോദിച്ചു. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ പറയണേ എന്ന് അപേക്ഷിച്ചു. ആരുമില്ല. ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രംഗം പഠിച്ചവരാരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ പറയണേ എന്ന് അപേക്ഷിച്ചു. ശരിയായിരിക്കോ? ശരിയാണ്, ശരിയായ കാര്യമാണ്, വസ്തുതയുള്ളതാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീ വക്കീലന്മാർ വരെ ഈ മത്സരവേദിയിൽ പങ്കുവഹിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായത്. ഇവിടെ ഒന്നും യോജിപ്പിനുള്ള ശ്രമവുമല്ല എന്ന് പ്രത്യേകം. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള 2 IT-ക്കാർ, ഒരു IT-കാരനും അധ്യാപകൻ, 2 ഡോക്ടർമാർ, ഒരു ഡോക്ടറും ഒരു വക്കീലും, 2 വക്കീലന്മാർ, ഒരു വക്കീലും ഒരു എഞ്ചിനീയറും, 2 എഞ്ചിനീയർമാർ, ഒരു എഞ്ചിനീയറും ഒരു ഡോക്ടറും. ഇങ്ങനെ സ്ത്രീ പുരുഷന്മാർ വിവാഹം കഴിച്ചെത്തി കോടികൾ ചെലവഴിച്ച് സ്വന്തമായി വീട്, സ്വന്തമായി വാഹനം, ഇതൊക്കെ സ്ത്രീധനമായി കിട്ടിക്കഴിഞ്ഞിട്ട് 2 പേർക്ക് യോജിച്ച് ജീവിക്കാൻ പറ്റാതെ വരികയും ആശയ സംഘടനകളും ജീവിത സംഘടനകളും കർമ്മ സംഘടനവും കൊണ്ട് ജീവിതം മുഖരിതമാവുകയും തങ്ങളുടെ വൈകല്യങ്ങളും വേവലാതികളും സമൂഹം തിരിച്ചറിയുകയും കുടുംബങ്ങൾ അന്തക്ഷോഭങ്ങളിൽ പെടുകയും നീതിന്യായ വ്യവസ്ഥ അവരുടെ ചർച്ചാ കേന്ദ്രങ്ങളാകുകയും മാധ്യമങ്ങൾ അവ ചർച്ച ചെയ്യുവാൻ ആളുകളെ വിളിക്കുകയും ചെയ്യുന്നിടത്തേക്കാണ് വിദ്യാഭ്യാസം നമുക്ക് വളർന്നത്. മറിച്ച് അച്ഛനും അമ്മയും തെരഞ്ഞെടുത്ത ഒരു വധുവിനെ അല്ലെങ്കിൽ വരനെ സ്വീകരിച്ച് 60-70 കൊല്ലം ജീവിക്കുമ്പോൾ 10-32 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകുടുംബത്തിൽ പോലും മാനവൻ സ്വസ്ഥമായി ജീവിച്ചു എന്ന ചരിത്രവുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ജനാധിപത്യവും നീതിന്യായ വ്യവസ്ഥയും വിദ്യാഭ്യാസവും പ്രതിക്കൂട്ടിൽ കയറുന്നത്. അത് അത്രയും മതിയായിരിക്കുന്നു. ബാക്കി നിങ്ങൾ വിശദീകരിച്ചുകൊള്ളു, അല്ലെങ്കിൽ എന്റെ വിഷയത്തിൽ നിന്ന് ഞാൻ കൂടുതൽ പോകും. മൂല്യബോധം ഇവിടെയാണ് തത്വചിന്താപരമായും മനഃശാസ്ത്രപരമായും അപഗ്രഥിക്കേണ്ടത്. എവിടെയോ നമ്മുടെ മനസ്സിന്റെ അദൃഷ്ടഭാവങ്ങൾ തൃപ്തമല്ല. 2 നമ്മുടെ കൃതജ്ഞത പൂർണ്ണമല്ല. സേവനമെന്ന പദം തന്നെ ആവിർഭവിക്കുന്നത് പൂർത്തം
എന്നാണ് പ്രാചീന പദം, സംസ്കൃത പദം. ഞാൻ പറഞ്ഞല്ലോ, ഒരു അതിഥി വന്ന് സ്വീകരിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആശ, പ്രതീക്ഷ, സംഗതം, സൂനൃതം, ഇഷ്ടം, പൂർത്തം, പുത്രൻ, പശു, ഇത്രയും നഷ്ടപ്പെടുമെന്നാണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത്. ആശ, പ്രതീക്ഷ, സംഗതം. ഒരാശയും സാധിക്കുന്നത് സ്വന്തം കഴിവുകൊണ്ടല്ല,